കുറവലങ്ങാട് ക്ലാരറ്റ് ഭവൻ ഭാഗത്ത് തെള്ളിക്കാനായിൽ ടി.എൽ. തോമസാണ് ഇക്കാര്യത്തിൽ മാതൃകയായത്. മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് കുറവലങ്ങാട്ടേക്കുള്ള യാത്രക്കിടയിൽ കോഴ ജംഗ്ഷന് സമീപത്ത് വെച്ചാണ് മുൻപ് പോയ വാഹനത്തിൽ നിന്ന് പണവും രേഖകളുമടങ്ങിയ പേഴ്സ് വഴിയിൽ കിടക്കുന്നതായി തോമസ് കണ്ടെത്തിയത്. വഴിയിൽ കിടന്ന പേഴ്സും രേഖകളുമടങ്ങിയ കവർ കയ്യിലെടുത്ത് മുൻപേ പോകുന്ന വാഹനത്തിലെ യാത്രക്കാരെ ഏൽപ്പിക്കാൻ ശ്രമം നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു. തുടർന്ന് കുറവലങ്ങാട്ടെത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ടി.എൻ. രമേശനെ കൈമാറുകയായിരുന്നു. ടി.എൻ. രമേശൻ പേഴ്സിലുണ്ടായിരുന്ന ATM കാർഡിൽ നിന്ന് വിവരങ്ങൾ മനസ്സിലാക്കി കാർഡും രേഖകളും നഷ്ടപ്പെട്ടയാളെ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് കുറവലങ്ങാട് ക്ലാരറ്റ് ഭവൻ ഭാഗത്ത് തോമസിന്റെ വീടിന് സമീപമെത്തി രേഖകളും പണവും അടങ്ങിയ പേഴ്സ് തിരികെ ഏറ്റുവാങ്ങുകയായിരുന്നു. എറണാകുളം സ്വദേശി ഗിരീഷിനാണ് പണവും രേഖകളും അടങ്ങിയ പേഴ്സ് യാത്രാമധ്യേ നഷ്ടപ്പെട്ടത്. ഞാൻ മരങ്ങാട്ടുപള്ളിയിൽ നിന്ന് കുറവലങ്ങാട്ടേക്ക് വരികയായിരുന്നു. നാടികുന്ന് ജംഗ്ഷനിൽ വെച്ച് നാടികുന്ന് ഇറക്കത്തിൽ വെച്ച് പിന്നെ ഈ കാറ് മുമ്പിൽ പോകുന്നുണ്ട്. കാറിൽ നിന്ന് എന്തോ ഒരു സാധനം താഴേക്ക് വീഴുന്നതായിട്ട് ഉണ്ട്. വണ്ടി സ്ലോ ചെയ്ത് നോക്കുമ്പോൾ ഒരു പേഴ്സ് കിടപ്പുണ്ട്. ആദ്യം അവഗണിച്ച് മുമ്പോട്ട് പോയെങ്കിലും വീണ്ടും തിരിച്ചു വന്ന് അത് എടുത്തു കഴിയുമ്പോൾ വെയിറ്റ് തോന്നി. കഴിയുമ്പോൾ എന്തെങ്കിലും സ്വർണം പോലെ എന്തോ ആയിരിക്കും, വില കൂടി എന്തോ ആണ് സ്വർണ്ണം ആയിരിക്കും എന്നുള്ളതാണെങ്കിൽ ഞാൻ ഈ വണ്ടിയുടെ പുറകെ പോയി. പക്ഷേ ഇവർ സ്പീഡ് കൂട്ടി കോഴ ജംഗ്ഷൻ വരെ ഞാൻ പിന്തുടർന്നെങ്കിലും കിട്ടിയില്ല. പിന്നെ MC റോഡിൽ ഇവരോട് മത്സരിക്കുന്നത് ശരിയല്ലോ എന്ന് കരുതി പിന്നെ നേരെ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കാമെന്നെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ വരെ വാതൊക്കെ വരെ വന്നു. അപ്പോൾ പിന്നെ ഒറ്റയ്ക്ക് പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുന്നതൊക്കെ അപ്പോൾ വാർഡ് മെമ്പറേയും കൂട്ടി പോകാമെന്ന് കരുതി നേരെ ആ ബാഗ് കൊണ്ട് ഇവിടെ വന്ന് തുറന്ന് നോക്കിയപ്പോഴാണ് അതിനകത്ത് സ്വർണ്ണമൊന്നുമല്ല റെക്കോർഡുകളാണെന്നുള്ളത് മനസ്സിലാവുന്നത്. പിന്നെ അതിനകത്ത് കടലാസിൽ ടി.എൽ. തോമസിന് കളഞ്ഞു കിട്ടിയ ഒരു പേഴ്സ് മുണ്ടക്കയത്തുനിന്ന് പോയിട്ട് തിരികെ വരികയായിരുന്ന എറണാകുളംകാരുടെയായിരുന്നു. വിലപ്പെട്ട രേഖകളും കുറേ പൈസകളും അതിൻ്റെ അതുണ്ടായിരുന്നു. പുള്ളി ഇങ്ങനെ കിട്ടിയ സംഭവം എന്നോട് വിളിച്ചു പറയുകയും ഞാനും കൂടെ വന്ന് അവരെ വിളിച്ചു വരുത്തി ഈ പേഴ്സ് അവരെ തിരികെ ഏൽപ്പിച്ചു.